ഒരു നാടാകെ കാത്തിരുന്ന കല്യാണം. വരൻ സൂര്യ, വധു മിത്ര. എന്നാൽ ഈ കതിർമണ്ഡപത്തിന് മറ്റു ചില ലക്ഷ്യങ്ങളുണ്ട്. ആരും മറക്കില്ല ഈ കല്യാണ ദിവസം. കാണാൻ കാത്തിരിക്കുക. സ്വയംവര പന്തൽ എല്ലാ ദിവസവും രാത്രി 8 മണിക്ക്. വാ ശിവാനി, ഇരിക്കൂ. ഡോക്ടർ, എനിക്ക് വേറെ കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ? ആദ്യ ടെസ്റ്റുകളിൽ എനിക്ക് ചില സംശയങ്ങൾ തോന്നിയതുകൊണ്ടാ ഡീറ്റെയിൽ ആയി ചില പരിശോധനകളും സ്കാനുകളും ടെസ്റ്റുകളും നടത്തിയത്. അതിൽ ശിവാനിക്ക് അൾസറിന്റെ ബിഗിനിങ് സ്റ്റേജ് ആണ്. അതായിരിക്കാം ബ്ലഡ് വന്നത്. പക്ഷെ വേറൊരു പ്രശ്നമുണ്ടല്ലോ ശിവാനി. സ്കാനിംഗ് റിസൾട്ടിൽ ശിവാനിയുടെ ഓവറിയിൽ സിസ്റ്റുകൾ കാണുന്നുണ്ട്. അതൊരു ഡേഞ്ചറസ് സിറ്റുവേഷനിലുമാണ്. ഒരു പെണ്ണിനോട് അങ്ങനെ നേരിട്ട് പറയാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ പറഞ്ഞല്ലേ മതിയാവും. അതുകൊണ്ട് പറയുക, കുട്ടിയുടെ യൂട്രസിന്റെ ഭിത്തിക്ക് ആവശ്യത്തിന് തിക്നെസ് ഇല്ല, എന്നുവെച്ചാ ബലമില്ല എന്ന അവസ്ഥയാ. അതുകൊണ്ട് തന്നെ ഒരു അമ്മയാവുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് പറഞ്ഞ സോറി ശിവാനി, ശിവാനിക്ക് ഒരിക്കലും ഒരു അമ്മയാവാൻ പറ്റില്ല. അങ്ങനെ തന്നെ എനിക്ക് പറയേണ്ടി വരും. ഡോക്ടർ, ഇത് സത്യമാണോ പറഞ്ഞേ? ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആരെങ്കിലും കള്ളം പറയോ? ശിവാനിക്ക് ഒരിക്കലും ഒരു കുഞ്ഞിനെ വയറ്റി ചുമക്കാനാവില്ല. അയ്യോ, അങ്ങനെയൊന്നും പറയില്ലേ ഡോക്ടർ. ചിലപ്പോ ടെസ്റ്റുകൾ നടത്തിയ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയതായിരിക്കും. നമുക്ക് ഒന്നുകൂടെ നോക്കാം ഡോക്ടർ. ഇത്തരം കാര്യങ്ങൾ ഊഹം വെച്ച് പറയാതിരിക്കാൻ വേണ്ടിയാ ഇത്രയും സമയമെടുത്ത് ഞാൻ പരിശോധനകൾ നടത്തിയത്. ഇനിയും ശിവാനിക്ക് സംശയമുണ്ടെങ്കിൽ എവിടെ വേണമെങ്കിലും പോയി പരിശോധിച്ച് നോക്കാം. ഇതാ, എല്ലാ ടെസ്റ്റ് റിസൾട്ടുകളും ഇതിലുണ്ട്. ഈ റിസൾട്ടുകൾ തെറ്റാകണമെന്നും ശിവാനിക്ക് കുഞ്ഞ് ജനിക്കണമെന്നുമാണ് എന്റെയും ആഗ്രഹം. അതുകൊണ്ട് എവിടെ വേണമെങ്കിലും പോയി കൺസൾട്ട് ചെയ്യാം. ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് പറഞ്ഞ സോറി ശിവാനി, ശിവാനിക്ക് ഒരിക്കലും ഒരു അമ്മയാവാൻ പറ്റില്ല. എനിക്കൊരിക്കലും ഒരു അമ്മയാവാൻ കഴിയില്ലേ? ഡോക്ടർ പറഞ്ഞത് സത്യമായിരിക്കോ? ഇല്ല, ഈ ഡോക്ടർക്ക് എന്തോ അബദ്ധം പറ്റിയതാ. വേറെ ഏതെങ്കിലും ഒരു ഡോക്ടറെ കാണണം. അടുത്തിപ്പോ ഏത് ആശുപത്രിയുള്ളത്? എന്തായാലും കുഴപ്പമില്ല, ഇന്ന് തന്നെ വേറൊരു ഡോക്ടറെ കണ്ടിട്ട് തന്നെ കാര്യം. ഇത് ഡോക്ടർ മേരി തോമസിന്റെ ഹോസ്പിറ്റലിൽ നടത്തിയ ടെസ്റ്റുകളുടെ റിസൾട്ടാണ്. ഇതിൽ ശിവാനി ഒരിക്കലും ഒരു അമ്മയാകില്ലെന്നാണ് ഫൈൻഡിങ്സായി എഴുതിയിരിക്കുന്നത്. ദാ, ഇതിവിടെ ഇപ്പൊ നടത്തിയ സ്കാനുകളുടെയും ടെസ്റ്റുകളുടെയും റിസൾട്ടാ. ഈ 2 റിസൾട്ടുകളിലും ഉള്ളത് ഒരേ റിപ്പോർട്ട് തന്നെയാ. ശിവാനിക്ക് കുഞ്ഞുങ്ങളുണ്ടാകാൻ ഒരു സാധ്യതയില്ലെന്ന് ഡോക്ടർ മേരി തോമസ് പറഞ്ഞത് ശരിയാണ്. രണ്ട് റിസൾട്ടുകളും കൃത്യമായി ഞാൻ പരിശോധിച്ചു. രണ്ടും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല. ശിവാനിയെ സംബന്ധിച്ചിടത്തോളം യൂട്രസിൽ ഒരു കുഞ്ഞുണ്ടാകുന്നത് പോലും
ശിവാനിയുടെ ജീവൻ ആപത്താണ്. ഡോക്ടർ, എന്തെങ്കിലും ഒരു ട്രീറ്റ്മെന്റ് നടത്തിയ ഇത് മാറില്ലേ? ശരിയാക്കി എടുക്കാൻ പറ്റില്ലേ? ട്രീറ്റ്മെന്റ് നടത്തണ്ടെന്ന് ഞാൻ പറയില്ല, പക്ഷെ അത് വേസ്റ്റ് ആണ്. അങ്ങനെ ഒരു ചാൻസ് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ തന്നെ അത് പറയുമായിരുന്നു. സോറി ശിവാനി, ഈ കാര്യത്തിൽ 100% നോ ചാൻസിനെ പറയാൻ പറ്റുള്ളൂ. ആവശ്യമില്ലാത്ത ട്രീറ്റ്മെന്റുകൾ നടത്തി വെറുതെ കൂടുതൽ ആപത്ത് വരുത്തി വെക്കരുത്. ഇപ്പൊ ചെയ്യേണ്ടത് ഓവറിയിലെ സിസ്റ്റുകളൊക്കെ റിമൂവ് ചെയ്യേണ്ട ട്രീറ്റ്മെന്റ് ആണ്. അത് പെട്ടെന്ന് അങ്ങ് ചെയ്യുകയും വേണം. ആലോചിച്ച സമയം കളയരുത്. എത്രയും വേഗം തന്നെ ട്രീറ്റ്മെന്റ് തുടങ്ങണം. ഹസ്ബൻഡുമായിട്ട് ആലോചിച്ചിട്ട് വന്നാൽ മതി. ഇത് പിടിക്കേ. എല്ലാ വർക്കിംഗ് ഡേയ്സിലും എന്റെ OP ഉണ്ട്. വിളിച്ചിട്ട് അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് വന്നോളൂ. എനിക്കൊരിക്കലും ഒരു അമ്മയാകാൻ കഴിയില്ല എന്ന കാര്യം ഉറപ്പായി. എന്റെ ജീവിതം ഇതോടെ തീർന്നല്ലോ ഭഗവാനെ. പണക്കാരിയാവണമെന്ന് മോഹമായിട്ട് അതിനുവേണ്ടി ഞാൻ എന്തൊക്കെയാ ചെയ്തു കൂട്ടിയത്. എന്നിട്ടിപ്പോ എല്ലാം വെറുതെ ആയില്ലേ? ഈശ്വരമംഗലത്തിന്റെ ആദ്യത്തെ കുഞ്ഞ് എന്റേതാകണമെന്ന് ആഗ്രഹിച്ച് നിധിയുടെ കുഞ്ഞിനെ പോലും ഞാൻ ഇല്ലാതാക്കി. എല്ലാം എല്ലാം വെറുതെ ആയി. എന്താ ശിവന് നീ പറയുന്നേ? കുട്ടികൾ ഉണ്ടാവത്തില്ലെന്നാ? ഈശ്വര, ഇനിയിപ്പോ എന്ത് ചെയ്യും? ഇവിടെ ഉള്ള മുഖത്തൊക്കെ ഞാൻ എങ്ങനെ നോക്കും? എന്താടാ, എന്താ പ്രശ്നം? എന്താ ഉണ്ടായത്? എന്താ ഉണ്ടായത്? കാര്യം പറ. എനിക്കൊരിക്കലും ഒരു അമ്മയാവാൻ കഴിയില്ലെന്ന് ഡോക്ടർ പറഞ്ഞു. എന്താ ശിവാനി നീ പറയുന്നത്? അതെ ആന്റി, രാവിലെ ഒന്ന് വോമിറ്റ് ചെയ്തപ്പോ 1-2 തവണ ബ്ലഡ് വന്നു. ഞാൻ ശരിക്കും പേടിച്ചു പോയി. ആരോടും പറയാതെ ഞാൻ ഹോസ്പിറ്റലിൽ പോയി ചെക്കപ്പ് നടത്തി. എനിക്ക് ഒരമ്മയവളുടെ ഭാഗ്യമില്ലെന്ന ഡോക്ടർ പറഞ്ഞത്. നീ വെറുതെ ഓരോന്ന് പറയില്ലേ ശിവാനി. നീ ടെസ്റ്റുകളെല്ലാം നടത്തി നോക്കിയായിരുന്നോ? നല്ല ഡോക്ടറെ തന്നെയാണോ കാണിച്ചത്? ഒന്നിനു പകരം 2 ഹോസ്പിറ്റലിൽ ഞാൻ പോയി. 2 ഡോക്ടേഴ്സും ടെസ്റ്റുകൾ നടത്തി. 2 പേരും ഒരേ റിസൾട്ടാ പറഞ്ഞത്. എന്താ ഏട്ടാ അതിനകത്ത് എഴുതിയിരിക്കുന്നേ? ശിവാനി പറഞ്ഞൊക്കെ സത്യമാണോ? ശിവാനിക്ക് കുട്ടികളുണ്ടാവില്ല എന്ന് റിപ്പോർട്ടിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നിധിക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ല എന്ന് അറിഞ്ഞതിന് പിന്നാലെ ഇങ്ങനെ ഒരു ഇടുത്തി കൂടി ഈ കുടുംബത്തിന്റെ മുന്നിലേക്ക് നീ ഇട്ടു തന്നല്ലോ എന്റെ ഈശ്വര. ഇതിനു വേണ്ടി എന്ത് പാപം ഈ കുടുംബത്തിനുള്ളത്? ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഒരാളെ നമ്മൾ കുറ്റപ്പെടുത്തുകയും അതിന്റെ പേരിൽ ശിക്ഷിക്കാൻ ശ്രമിക്കുകയും ചെയ്ത അതിനുള്ള ശിക്ഷ ദൈവം തരുമെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? ഇപ്പോ എല്ലാം ഇങ്ങനെയാണ് ശിവാനി. ഒന്നും വെച്ചു നീട്ടില്ല ദൈവം. അപ്പപ്പോ തിരിച്ചടികൾ തന്നുകൊണ്ടേയിരിക്കും.
ദേ, നീ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കയറി സ്വന്തം അഭിപ്രായം ഇങ്ങോട്ട് വിളമ്പണ്ട. എന്താ നിർമ്മല പറഞ്ഞത് ശരിയല്ലേ? കുഞ്ഞുങ്ങൾ ഉണ്ടായില്ലെന്നും പറഞ്ഞ് ഈ നിധിയെ ചില്ലറയൊന്നും അല്ലല്ലോ വിഷമിപ്പിച്ചത്. അതിന് ദൈവം തന്ന ശിക്ഷ ഇത്. എന്തിനാ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? എന്നെ എങ്ങനെ സംസാരിക്കണം? നിധി എതിരെ വന്നാൽ അപശകനുമാണെന്ന് പറഞ്ഞ് അപമാനിച്ചോളല്ലേ നീ? ഇപ്പോ നീ തന്നെ അപശകനുമായിട്ട് മാറി.